ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 3 ചിരിയും ചിന്തയും. കാസിമിന്റെ ചെരുപ്പ്. ലുബ്ധന് ഇരട്ടി ചെലവുണ്ടാകും എന്ന ചൊല്ലിന്റെ ആവിഷ്കാരമാണ് കാസിമിന്റെ ചെരുപ്പ് എന്ന അറബിക്കഥ. നിസ്വാർത്ഥമായ ജീവിതമാണ് സമൂഹത്തിന് സൗന്ദര്യം നൽകുക. കാസിം എന്ന കഥാപാത്രത്തിന്റെ സ്വാർത്ഥതയും പിശുക്കും അന്യരോട് സ്നേഹമോ പരിചയമോ കാണിക്കാത്ത മുരടൻ സ്വഭാവവും അയാളുടെ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നു. പഴയ കെയ്റോ നഗരം പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് ഈ നാടോടിക്കഥ ആരംഭിക്കുന്നത്. കാസിമിന്റെ ചെരുപ്പ്. പഴയ കെയ്റോ നഗരം. അവിടെ അബൂ കാസിം എന്ന ഒരു മുറിവൈദ്യനുണ്ടായിരുന്നു. സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന അയാൾ മഹാ പിശുക്കനായിരുന്നു. കണ്ടാൽ ഒരു യാചകനേക്കാൾ കഷ്ടം. അയാളുടെ വർഷങ്ങൾ പഴക്കമുള്ള കോട്ട് 100 കണക്കിന് തുണിക്കഷ്ണങ്ങൾ തുന്നിച്ചേർത്തുണ്ടാക്കിയതാണ്. നിറം കെട്ട് മുഷിഞ്ഞ തൊപ്പി, കുളിക്കാറില്ലാത്തതിനാൽ അഴുക്കടിഞ്ഞ ദേഹവും. അതിനേക്കാളൊക്കെ ദയനീയം ചെരുപ്പുകളാണ്. ആണികൾ തറച്ച് തുകലുകൾ വീണ്ടും വീണ്ടും തുന്നിപ്പിടിപ്പിച്ച് കുതിരത്തല പോലെയുള്ള ഒന്നായി തീർന്നിട്ടുണ്ട് അത്. ചെരുപ്പിന്റെ ഭാവവും രൂപവുമൊക്കെ ഏവരും ശ്രദ്ധിക്കുമായിരുന്നു. കാലം പോകെ നാട്ടിലൊരു പ്രയോഗമുണ്ടായി, കാസിമിന്റെ ചെരുപ്പ് പോലെ. അസുഖം വന്നാൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, നീ കാസിമിന്റെ ചെരുപ്പ് തിന്നിരുന്നോ? അങ്ങനെ കാസിമും ചെരുപ്പും നാട്ടിലെങ്ങും ചർച്ചയായി. ആയിടെ ഒരു ദിവസം അയാൾക്ക് പതിവിലേറെ ധനം കയ്യിൽ വന്നു. ഇത്തരം നിമിഷങ്ങളിൽ ആൾക്കാർ എന്താണ് ചെയ്യുക? മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും, മറ്റുള്ളവരെ വിരുന്നിന് ക്ഷണിക്കും, ചിലപ്പോൾ പുതുവസ്ത്രങ്ങൾ വാങ്ങും. കാസിം ഇതൊന്നും ചെയ്തില്ല. സ്നാനഗൃഹത്തിൽ പോയി ഒന്ന് കുളിച്ചു കളയാമെന്ന് അയാൾ തീരുമാനിച്ചു. കട പൂട്ടി. തേഞ്ഞുപോകുമെന്ന് കരുതി ചെരുപ്പ് കക്ഷത്തിൽ വച്ച് മൂപ്പർ പുറപ്പെട്ടു. ചെരുപ്പുകൾ പുറത്തുവച്ച് അയാൾ സ്നാനഗൃഹത്തിനകത്തു കയറി. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്കൊക്കെ കഴുകിക്കളയാൻ ഏറെ നേരമെടുത്തു. പുറത്തു വന്നപ്പോൾ കണ്ടതെന്താണ്? തന്റെ പഴഞ്ചൻ ചെരുപ്പിന്റെ സ്ഥാനത്ത് പുതിയതും മുന്തിയതുമായ തുകൽ ചെരുപ്പുകൾ. അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല. ദൈവം തന്നതു തന്നെ. സന്തോഷം അടക്കാനാവുന്നില്ല. മുന്തിയ ചെരുപ്പും ധരിച്ച് മൂളിപ്പാട്ടും പാടി അയാൾ വീട്ടിലേക്ക് നടന്നു. വാസ്തവത്തിൽ സംഭവിച്ചതെന്താണെന്നോ? വൃത്തികെട്ട ആ ചെരുപ്പുകൾ വാതിലിനു പിന്നിലേക്ക് മാറ്റിവെച്ചത് അവിടുത്തെ ഭൃത്യനാണ്. സ്നാനഗൃഹത്തിൽ വന്ന ന്യായാധിപന്റെ കണ്ണിൽ അത് പെടേണ്ട എന്നു കരുതിയാണ് അങ്ങനെ ചെയ്തത്. ആ ഭൃത്യൻ ജോലി സമയം കഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ന്യായാധിപൻ സ്വന്തം ചെരുപ്പ് തിരഞ്ഞു, കാണാനില്ല. മറ്റു ഭൃത്യന്മാർ അവിടം ആകെ നോക്കി. കാസിമിന്റെ ചെരുപ്പുകളാണ് അവിടെ കണ്ടെത്താനായത്. സംശയമൊന്നുമില്ല, കാസിമായിരിക്കും മോഷ്ടിച്ചത്. കാസിമിനെ ഉടൻ തന്നെ പിടികൂടി ജയിലിലിട്ടു. ഭാരിച്ച തുക പിഴയടച്ചിട്ടാണ് അയാൾക്ക് പുറത്തിറങ്ങാനായത്. അന്നാദ്യമായി കാസിം തന്റെ ചെരുപ്പുകളെ വെറുത്തു. തന്റെ പണം നഷ്ടപ്പെടുത്തിയ ജന്തു. അയാൾ ആ ചെരുപ്പുകൾ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞതേയുള്ളൂ. നദിയിൽ വല വീശിയപ്പോൾ മുക്കുവന്മാർക്കെന്തോ വലയിൽ കുടുങ്ങിയതായി തോന്നി. വലിച്ചെടുത്തു നോക്കുമ്പോൾ അവർക്ക് നിരാശയും കോപവുമുണ്ടായി. കാസിമിന്റെ ചെരുപ്പുകൾ, അതിന്റെ ഇരുമ്പാണികൾ കൊണ്ട് വലക്കണ്ണികൾ അറ്റുപോയിരിക്കുന്നു. അരിശം കൊണ്ട് പല്ലിറുമിയ അവർ നേരെ പോയത് കാസിമിന്റെ കടയിലേക്കാണ്. നീ തുലഞ്ഞു പോകട്ടെ എന്നാക്രോശിച്ചുകൊണ്ട് അവർ ആ ചെരുപ്പുകൾ കടയിലേക്ക് വലിച്ചെറിഞ്ഞു. കുറെ പനിനീർ കുപ്പികളും മരുന്നുപാത്രങ്ങളും പൊട്ടിത്തകർന്നു. കാസിമിന്റെ സങ്കടം ഇരട്ടിയായി. നശിച്ച ചെരുപ്പുകൾ, ഇതെന്റെ സമ്പത്ത് മുഴുവൻ തീർക്കും.
ഇത് അവസാനിപ്പിച്ചിട്ട് തന്നെ കാര്യം. അയാൾ നേരെ വീട്ടിലേക്ക് ഓടി. ഒരു കുഴിയെടുത്ത് ചെരുപ്പുകൾ അതിലിട്ട് മൂടി. ആ മൺകൂനയിലേക്ക് നോക്കി അയാൾ പറഞ്ഞു, ഇനി നീ എന്നെ തോൽപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. കാസിമിനോട് വിരോധമുള്ള ഒരു അയൽക്കാരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇത് തന്നെ തക്കം. കാസിമിന് നിധി കിട്ടിയിട്ടുണ്ടെന്നും അയാളത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അയൽക്കാരൻ അധികാരിയോട് ചെന്ന് പറഞ്ഞു. അധികാരി കാസിമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. സത്യം ബോധിപ്പിച്ചിട്ടും അധികാരിക്ക് വിശ്വാസം വന്നില്ല. കാസിം കൂടുതൽ തകരുകയായിരുന്നു. ഭടന്മാർ വന്നു കുഴിമാന്തി നോക്കിയപ്പോൾ ചെരുപ്പ് തന്നെ. ഭീഷണിപ്പെടുത്തി നല്ലൊരു തുകയും കൈക്കലാക്കി അവർ മടങ്ങി. ഇനി എന്തു ചെയ്യും? ഈ ഒഴിയാ ബാധയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അയാൾ ചെരുപ്പുകൾ ഒരു തോട്ടിലേക്ക് എറിഞ്ഞു. ഇനി ആ നരകം തിരിച്ചു വരില്ല എന്ന ആശ്വാസം കൊണ്ടു. തോട്ടിലെ നീരൊഴുക്കുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നു അവിടെ. ഗതികേടെന്നല്ലാതെ എന്തു പറയാൻ. ചെരുപ്പ് ചെന്ന് കയറിയത് മിൽ ചക്രത്തിന്റെ പല്ലുകളിൽ. അതോടെ യന്ത്രം നിശ്ചലമായി. കേട് തീർക്കാനെത്തിയവർ കണ്ടത് ആ ചെരുപ്പുകളാണ്. അത് ആരുടേതാണെന്ന് അധികം ആലോചിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പരാതി അധികാരിയുടെ മുമ്പിലെത്തി. അവർക്കും നല്ലൊരു തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. പോകുമ്പോൾ ഉദ്യോഗസ്ഥർ ചെരുപ്പുകൾ കാസിമിന്റെ കയ്യിൽ കൊടുത്തു. സമനില തെറ്റിയവനെ പോലെയാണ് കാസിം വീട്ടിലെത്തിയത്. ചെരുപ്പുകൾ കണ്ണിൽപ്പെടാത്ത വിധം മട്ടുപ്പാവിലേക്കിട്ട് അയാൾ രക്ഷാമാർഗങ്ങൾ ചിന്തിച്ചു. എന്തു പറയാൻ? മട്ടുപ്പാവിലേക്ക് ഓടിക്കയറിയ ഒരു നായ ചെരുപ്പ് കടിച്ചെടുത്ത് കളി തുടങ്ങി. ചാടിക്കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് താഴേക്ക് തെറിച്ചു വീണു. കൃത്യമായും ഒരു വൃദ്ധയുടെ തലയിൽ. ചെരുപ്പിലെ ആണികൾ അവരുടെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. വൃദ്ധ വീണുപോയി. എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. കാസിമിന്റെ ചെരുപ്പ് തന്റെ തല പൊട്ടിച്ചിരിക്കുന്നു. വൃദ്ധയുടെ ശകാരവാക്കുകൾ കേട്ട് തളർന്നു നിൽക്കാനല്ലാതെ കാസിമിന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പതിവ് പോലെ കേസ് അധികാരിക്ക് മുമ്പിലെത്തി. വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി അവർക്കും നൽകേണ്ടി വന്നു. ഏറ്റവും അവസാനമുണ്ടായ ഈ വിപത്ത് കാസിമിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അയാൾ ആ ചെരുപ്പുകളുമെടുത്ത് അധികാരിക്ക് മുമ്പിലെത്തി ആർത്തുകരഞ്ഞു. അങ്ങുന്നേ, എന്റെ എല്ലാ നാശത്തിനും കാരണമായ ഈ ചെരുപ്പുകൾ കാണണേ. ഇതു കാരണം എനിക്കിനി തെണ്ടുകയല്ലാതെ വേറൊരു വഴിയുമില്ല. അതിനാൽ അങ്ങ് കനിവുണ്ടായി വിളംബരം ചെയ്യണം. ഇനി ഈ ചെരുപ്പുകളുടെ ഉടമസ്ഥൻ കാസിമല്ലെന്ന്. ഇതു കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കാസിം ഉത്തരവാദിയായിരിക്കുന്നതല്ലെന്നും അങ്ങ് പ്രഖ്യാപിക്കണം. ഇതും പറഞ്ഞ് അയാൾ ചെരുപ്പുകൾ അവിടെയിട്ട് ഒരോട്ടമോടി. ന്യായാധിപനടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നത് കാസിം കാണുകയുണ്ടായില്ല. പഴയ കെയ്റോ നഗരം പശ്ചാത്തലമാക്കിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ അറബിക്കഥ കാസിമിന്റെ രൂപവും സ്വഭാവവുമൊക്കെ വിവരിച്ചു തരുന്നു. കാസിമിനെ പോലെ തന്നെ അയാളുടെ ചെരുപ്പും ഒരു കഥാപാത്രമാണ്. ചെരുപ്പ് വഴി കാസിമിന് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളാണ് കഥയിൽ. ന്യായാധിപന്റെ മേത്തരം ചെരുപ്പണിഞ്ഞ് നടന്നു പോകുന്നതിന്റെ പ്രത്യാഘാതം, മുക്കുവന്മാരുടെ വലക്കണ്ണികൾ പൊട്ടിക്കുന്നത്, കുഴിച്ചിട്ട ചെരുപ്പ് കണ്ടെത്തുന്നത്, ചെരുപ്പ് മിൽചക്രത്തിൽ കുടുങ്ങുന്നത് എന്നിങ്ങനെ പല നിലയിൽ അതയാൾക്ക് നഷ്ടങ്ങൾ വരുത്തുന്നു. നാട്ടുകാർക്ക് പറഞ്ഞു രസിക്കാൻ ഏറെ അവസരങ്ങളാണ് കാസിമും ചെരുപ്പും നൽകുന്നത്. ഉപേക്ഷിക്കാനും ഉപയോഗിക്കാനും വയ്യാത്ത വിധം അത് പുലിവാലായി തീർന്നു. ആ ചെരുപ്പ് ന്യായാധിപന് മുമ്പിൽ എറിഞ്ഞ് അവസാനം അയാൾ ഓടി രക്ഷപ്പെടുകയാണ്. വായിക്കൂ, കണ്ടെത്തൂ. കാസിമിന്റെ രൂപത്തിലും ഭാവത്തിലും എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? വർഷങ്ങൾ പഴക്കമുള്ളതും നൂറുകണക്കിന് തുണിക്കഷ്ണങ്ങൾ തുന്നിച്ചേർത്തതുമായ കോട്ടും, നിറം കെട്ട് മുഷിഞ്ഞ തൊപ്പിയും, കുളിക്കാറില്ലാത്തതിനാൽ അഴുക്കടിഞ്ഞ ദേഹവും, ആണികൾ തറച്ച് തുകലുകൾ വീണ്ടും വീണ്ടും തുന്നിപ്പിടിപ്പിച്ച ചെരുപ്പുമുള്ള അയാളെ കണ്ടാൽ ഒരു യാചകനേക്കാൾ കഷ്ടമാണ്. കാസിമിന് പുതിയ ചെരുപ്പുകൾ കിട്ടിയതെങ്ങനെ? പതിവിലേറെ ധനം കയ്യിൽ വന്ന ഒരു ദിവസം സ്നാനഗൃഹത്തിൽ പോയി കുളിക്കാൻ കാസിം തീരുമാനിച്ചു. ചെരുപ്പുകൾ പുറത്തുവച്ച് അയാൾ സ്നാനഗൃഹത്തിനകത്തു കയറിപ്പോയി. ഏറെ നേരത്തിനു ശേഷം കുളി കഴിഞ്ഞു വന്നപ്പോൾ തന്റെ പഴയ ചെരുപ്പിന്റെ സ്ഥാനത്ത്
പുതിയതും മുന്തിയതുമായ തുകൽ ചെരുപ്പുകൾ കണ്ട അയാൾ ദൈവം തന്നതെന്നു കരുതി അതുമണിഞ്ഞ് വീട്ടിലേക്ക് പോയി. ചെരുപ്പുകൾ ഒഴിവാക്കാൻ കാസിം നടത്തിയ ഓരോ ശ്രമവും കണ്ടെത്തി പറയൂ. എന്തൊക്കെയാണ് ചെരുപ്പ് ഒഴിവാക്കാൻ അയാൾ ചെയ്തത്? പണം നഷ്ടപ്പെടുത്തിയ ചെരുപ്പുകളെ അയാൾ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീടോ ആ ചെരുപ്പ് വീണ്ടും തിരികെ അയാളിലേക്ക് വന്നപ്പോൾ ഒരു കുഴിയെടുത്ത് ചെരുപ്പുകൾ അതിലിട്ട് മൂടി. പിന്നീട് എന്താണ് ചെയ്തത്? തോട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവസാനം അധികാരിക്ക് മുമ്പിൽ ഉപേക്ഷിക്കുകയാണുണ്ടായത്. കാസിമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. സർവ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും യാചകനെ പോലെ ജീവിച്ച അറുപിശുക്കനാണ് അബൂ കാസിം എന്ന മുറിവൈദ്യൻ. പഴകിയതും നൂറുകണക്കിന് തുണിക്കഷ്ണങ്ങൾ തുന്നിച്ചേർത്തതുമായ കോട്ടും മുഷിഞ്ഞ നിറം കെട്ട തൊപ്പിയും അഴുക്കടിഞ്ഞ ശരീരവും നിറയെ ആണികൾ തറച്ച തുകൽ ചെരുപ്പുകളുമായിരുന്നു കാസിമിന്റെ പ്രത്യേകത. ചെരുപ്പുകൾ തേഞ്ഞു പോകാതിരിക്കാൻ കക്ഷത്തിൽ വച്ചാണ് അയാൾ നടക്കുക. തന്നിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ കഥാപാത്രമാണ് അബൂ കാസിം. പിശുക്കൻ മാത്രമല്ല, അത്യാഗ്രഹിയും സഹകരണ മനോഭാവമില്ലാത്ത ആളുമാണ്. അതിനാൽ തന്നെ അയാൾ എല്ലാവരുടെയും കണ്ണിൽ വെറുക്കപ്പെട്ടവനും ഒപ്പം പരിഹാസ്യനുമാണ്. ഇത്തരം ആൾക്കാർ വേഗം ആപത്തിൽ ചെന്നുപെടും. അവരെ സഹായിക്കാനും ആരുമുണ്ടാവില്ല. അബൂ കാസിമിന്റെ സർവനാശത്തിനു കാരണം അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി അയാൾ കരുതിയിരുന്ന ചെരുപ്പുകൾ തന്നെയാണ്. ഒന്ന് പരിഹരിക്കുമ്പോൾ മറ്റൊന്ന് എന്ന കണക്കിന് ദൗർഭാഗ്യങ്ങൾ ആ ചെരുപ്പ് മൂലം കാസിമിന് വന്നുപെട്ടു. ആരോടും സഹതാപമോ കാരുണ്യമോ സ്നേഹമോ പരിഗണനയോ കാണിക്കാത്ത ആളാണ് കാസിം. തനിക്കുള്ളത് ഇല്ലാത്തവർക്ക് കൂടി പങ്കിട്ട് ജീവിതം സാർത്ഥകമാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യും. കാസിമിന്റെ ചെരുപ്പ് തന്റെ തല പൊട്ടിച്ചിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. അടിവരയിട്ട പദങ്ങൾ രണ്ടു സന്ദർഭങ്ങളിലും ഏതൊക്കെ അർത്ഥങ്ങളാണ് നൽകുന്നത്? ആദ്യത്തേത് നോക്കൂ. കാസിമിന്റെ ചെരുപ്പ് തന്റെ തല പൊട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? വൃദ്ധയാണ്. ആദ്യത്തേതിൽ പൊട്ടിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുക? പൊട്ടിച്ച് അധികം ഇരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? കാസിമിന്റെ ചെരുപ്പ് തലയിൽ വീണ് തല മുറിഞ്ഞിരിക്കുന്നു, തല പൊട്ടിയിരിക്കുന്നു. രണ്ടാമത്തേത് നോക്കൂ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതിനെ എങ്ങനെ പിരിച്ചെഴുതാം? പൊട്ടി അധികം ചിരിക്കുന്നു എന്നെഴുതാം. പൊട്ടി അധികം ചിരിക്കുന്നു. ചിരിയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കാസിമിന്റെ ചെരുപ്പ് മിൽചക്രത്തിൽ കുടുങ്ങിയ സംഭവം ഒരു പത്രവാർത്തയുടെ രൂപത്തിൽ മാറ്റി എഴുതുക. ചെരുപ്പ് വരുത്തിവെച്ച മറ്റു വിനകളും പത്രത്തിൽ വരാവുന്നവയാണോ? ഉചിതമായവ എഴുതൂ. എങ്ങനെയാണ് പത്രവാർത്ത തയ്യാറാക്കേണ്ടത്? വാർത്തയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? സംഭവങ്ങളും വിവരങ്ങളും അടങ്ങിയതാണ് വാർത്ത. വാർത്തകൾ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? വായനക്കാരെ അറിയിക്കേണ്ടത് എന്തെല്ലാമെന്ന് കൃത്യമായി കണക്കാക്കണം. വാർത്തയിൽ എന്തെല്ലാം വരണം? വസ്തുതകൾ വളച്ചുകെട്ടില്ലാതെ ലളിതമായി പറയാൻ കഴിയണം. പിന്നെയോ വാർത്തയ്ക്ക് തലക്കെട്ട് വേണ്ടേ? വേണം. എങ്ങനെയുള്ള തലക്കെട്ടാവണം? ആകർഷകമായ തലക്കെട്ടായിരിക്കണം. കാസിമിന്റെ ചെരുപ്പ് എന്ന കഥയിലെ സംഭവങ്ങൾ ചേർത്ത് ഒരു ചിത്രകഥ തയ്യാറാക്കുകയാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? കാസിമിന്റെ രൂപം, കാസിം സ്നാനഗൃഹത്തിൽ കയറുന്നു, അധികാരി ശിക്ഷിക്കുന്നു, ചെരുപ്പ് നദിയിൽ വലിച്ചെറിയുന്നു, പിന്നെയോ ചെരുപ്പ് മണ്ണിൽ കുഴിച്ചിടുന്നു, മിൽചക്രത്തിന്റെ പല്ലിൽ കുടുങ്ങിയ ചെരുപ്പ്. ഇനിയുള്ള രംഗങ്ങൾ എന്തെല്ലാമായിരിക്കും?
കഥയിൽ നിന്ന് കണ്ടെത്തിയ രംഗങ്ങൾ ചേർത്തുവെച്ച് ഒരു ചിത്രകഥ തയ്യാറാക്കുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.